വലിയ മാർക്കറ്റ് ഇല്ലാത്ത ഒരു നടനാണ്, അത് എന്നെ വെച്ചിട്ട് ലീഡ് റോളിൽ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള എലമെന്റ് ആണ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. മാർക്കറ്റ് ഇല്ല എന്നല്ല പറഞ്ഞ, എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത്. അപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തു വരുന്ന പടങ്ങൾ നോക്കുമ്പോൾ ഞാൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ ആൻഡ്രൂ ചേട്ടൻ, വേണു സാർ ഇവര് ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ വലിയ വലിയ പടം ഇങ്ങനെ ആൾക്കാരാണ്. ഇപ്പോൾ ഇത് അഭിലാഷേട്ടന്മാരെ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടമാണ്. കാരണം ഞാൻ ടൈറ്റിലുകളിൽ വരുന്ന ആദ്യത്തെ പടം. പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ക്യാരക്ടറായിട്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം ഉണ്ട്. എന്നെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്. അപ്പം ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ ഇപ്പം എനിക്ക് വലിയ പ്രതീക്ഷയുള്ള പടമായിരുന്നു. അപ്പം ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു പറഞ്ഞു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവസാനത്തെ സീക്വൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷോ 2 ഷോ എന്താ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഷോസ് കഴിഞ്ഞ് നേരെ 3 ദിവസമായി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിന്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ. ആക്ച്വലി എനിക്ക് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് TV-യിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. മനസ്സിലായില്ല ചോദ്യം. ആക്കി ചോദിച്ചാണല്ലോ. ഓ അത് അഭിലാഷേട്ടൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും. കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം സമയമായി. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്. എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്.